Hello friends, Assalamu alaikum. Welcome back to Jashi's Cookbookലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്ക കൊണ്ട് ചപ്പാത്തിയിലേക്കും ചോറിലേക്കും ഒരുപോലെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്നത്തെ റെസിപ്പി. നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് ചോറിലേക്കാണെങ്കിൽ കൂടുതലായിട്ട് പരിപ്പ് ചേർത്തും ചപ്പാത്തിയിലേക്കാണെങ്കിൽ മസാല ആക്കിയിട്ടും കറി വെക്കും അല്ലേ? ഇന്ന് ഞാൻ ഈ രണ്ട് മെത്തേഡിലല്ലാതെ വളരെ ഡിഫറെന്റ് ആയ ടേസ്റ്റോട് കൂടിയ അടിപൊളി വെണ്ടയ്ക്ക കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാട്ടോ. പിന്നെ ഇതെന്റെ വെണ്ടയ്ക്ക കൊണ്ട് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കറി റെസിപ്പിയാണ്. കുറച്ചു മുന്നേ ഒരു കിടിലൻ ബിണ്ടി മസാല റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ കാണണം എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാട്ടോ. ഇനി നമുക്ക് വേഗം റെസിപ്പി നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഒന്നുപോലും മിസ്സാവാതെ കാണാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. ആദ്യം നമുക്ക് കറിയിലേക്കുള്ള വെണ്ടയ്ക്ക ഓയിലിൽ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യമേ വെണ്ടയ്ക്ക് ഇങ്ങനെ വഴറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ചെയ്യണമെങ്കിൽ വെണ്ടയ്ക്ക് നല്ല സോഫ്റ്റ് ആയി കറി കുറച്ചുകൂടെ ടേസ്റ്റി ആയി കിട്ടും. ഞാൻ 300 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് 2-3 മിനിറ്റ് നന്നായി ഓയിലിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതേ ഓയിലിൽ 2 മീഡിയം സൈസിലുള്ള സബോള നൈസായി അരിഞ്ഞത്, എരിവിനനുസരിച്ച് പച്ചമുളക്, 4-5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തൊന്ന് വഴറ്റാം. നിങ്ങൾക്ക് നാടൻ രുചിയിലാണ് ഈ കറി വേണ്ടതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ വെണ്ടയ്ക്ക് വഴറ്റിയെടുത്താൽ വേണമെങ്കിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം സബോള വഴറ്റിയാൽ മതി. പിന്നെ സബോളയ്ക്ക് പകരം ചുവന്നുള്ളിയും എടുക്കാം. സബോള വഴന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കാം. എരിവിന് പച്ചമുളക് ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി വേറെ ചേർക്കുന്നില്ല. പൊടികളും നന്നായി മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഓപ്ഷണലാണ്, പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി ഉരുളൻകിഴങ്ങ് ചേർത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും. പിന്നെ ഉരുളൻകിഴങ്ങ് ചേർക്കാതെ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക കറിയേക്കാൾ ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട്. തക്കാളി വെന്ത് സോഫ്റ്റ് ആയി വരുന്നതുവരെ നമുക്കിതിനെ മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് അത്ര മതി. ഇടയ്ക്കൊരു പ്രാവശ്യം മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ദാപ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. 2ാം പാലാണ് കേട്ടോ ഞാനിപ്പോ ചേർത്തിട്ടുള്ളത്. ഇനി ഉരുളൻകിഴങ്ങ് തേങ്ങാപ്പാലിലൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമില്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് കുക്കറിൽ വേറെ വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ തേങ്ങാപ്പാലിൽ ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇപ്പൊ ഉരുളൻകിഴങ്ങൊക്കെ നല്ല പോലെ വെന്ത് 2ാം പാൽ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വഴറ്റി വെച്ച വെണ്ടയ്ക്ക് ചേർക്കാം. പിന്നെ ഞാൻ വഴറ്റാത്ത വെണ്ടയ്ക്ക 4-5 എണ്ണം കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെണ്ടയ്ക്കയിൽ മസാലയൊക്കെ നന്നായി പിടിക്കാനായി 3 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ വഴറ്റാതെ ചേർത്ത വെണ്ടയ്ക്ക പകുതി വേവായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാല്, അതായത് 1ാം പാല് കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയതിനു ശേഷം ചെറിയ തിള വരുന്നത് വരെ 2-3 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. സാധാരണ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക കറിയേക്കാളൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് ഈ കറിക്ക്. ഒരിക്കൽ പോലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് പോലും ഉറപ്പായി ഇഷ്ടപ്പെടും. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് വീഡിയോയുടെ അടിയിൽ കമന്റായി തന്നെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കൂടെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാല്ലാ ഇനി ഇതുപോലുള്ള ഈസി ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.